Hi guys, welcome back to Car Garage. Car Garage എന്ന് വന്നിരിക്കുന്നത് 2012 മോഡൽ ഒരു വണ്ടി ഫുൾ ആയിട്ട് റീസ്റ്റോറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടി ഇതേ നമ്മൾ സ്റ്റിയറിംഗിൽ തുടങ്ങാം. സ്റ്റിയറിംഗ് നമ്മൾ ഫോർച്യൂണറിൻ്റെ ലെജൻഡിൻ്റെ സ്റ്റിയറിംഗ് വീൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം ഡെമ്മിയാണ്, പക്ഷേ ഇതിൽ വോളിയം കൺട്രോളിങ്, നെക്സ്റ്റ് മോഡ് ചേഞ്ചിങ് കാര്യങ്ങളും കോൾ അറ്റൻഡിങ് ഒക്കെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് താൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇന്നോവയുടെ റൂഫ് നിങ്ങൾക്കറിയാം, ഈ ഒരു റൂഫ് വരുന്നത് ഒരു BJ കളറാണ്. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് അതും ഫുള്ളായിട്ട് തന്നെ ഒരു മാറ്റ് ഫിനിഷിങ്ങിലുള്ള ക്ലോത്ത് നമ്മൾ ഇതുമ്പോൾ ഒട്ടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ സ്വിച്ച് പാനലും കാര്യങ്ങളൊക്കെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ റൂഫും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സീറ്റ് താൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ താൻ സ്റ്റിച്ചിങ്ങിൽ, താൻ കളറ് നൈലോൺ സ്റ്റിച്ചിങ്ങിൽ സീറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈപ്പിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് റീസ്റ്റോറേഷൻ ചെയ്തതാണ് ഒരു വണ്ടിയാണ്. 8 സീറ്റ് വണ്ടിയാണ്. ഈ ഒരു വണ്ടി നമ്മുടെ ഗ്യാരേജിലേക്ക് എത്തുമ്പോൾ ഈ ഒരു വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ കളർ നോർമൽ ഒരു ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത ഒരു ഇന്നോവയായിരുന്നു. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ടൈപ്പ് 3 2012 കാലഘട്ടത്തിൽ ടൈപ്പ് 3 ആയിരുന്നു, പക്ഷേ അത് ഓൾറെഡി ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്നോവേനാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടൈപ്പിലേക്ക് ആക്കി മാറ്റിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് സ്റ്റീരിയും കാര്യങ്ങളൊക്കെ മുന്നേ ഉണ്ടായിരുന്നതാണ്, അതന്നെ നമ്മൾ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു ഒരു ബ്ലാക്ക് ആൻഡ് താൻ കോമ്പിനേഷനിൽ ചെയ്തിട്ട്. ഇതിൻ്റെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ കണ്ട താൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. അപ്പോൾ താനിൽ ചെറിയൊരു ഡാർക്കിലാണ് ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ സെലക്ട് ചെയ്തൊരു കളർ തന്നെയാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിലാണ് ഫുൾ ഡോർ പാഡ് കാര്യം ചെയ്താണ്. ഇതിലിപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും ഞാൻ പെയിൻറ്റിങ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. നമ്മുടെ യൂസേജും കാര്യങ്ങളൊക്കെ ഫാമിലി യൂസേജ് ആണ്. വലിയ കച്ചറ സാധനങ്ങളൊന്നും അധികം ഓവർലോഡ് ചെയ്ത് വണ്ടിയിൽ കൊണ്ടുപോകണില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡാഷ്ബോർഡ് പെയിൻറ്റിങ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യും. ഇല്ല നമ്മൾക്ക് ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ ഒരുപാട് ലോഡും കാര്യം കയറ്റം, അപ്പോൾ ഡീപ്പ് സ്ക്രാച്ചസ് ഒക്കെ വരാൻ ചാൻസസ് കൂടുതലൊക്കെ ആണെങ്കിൽ യൂസേജിൽ ഡാഷ്ബോർഡ് പെയിൻറ്റിങ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഇത് കസ്റ്റമർക്ക് എന്തായാലും ഡാഷ്ബോർഡ് പെയിൻറ്റിങ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെ ഫുള്ളായിട്ട് ഇന്ത്യയിൽ ഈ ഒരു കോമ്പിനേഷനിൽ ഫുള്ളായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ സെൻറ്റർ സീറ്റും അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഏരിയ A to Z സാധനങ്ങൾ നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ സീറ്റും കാര്യങ്ങളൊക്കെ സ്റ്റിച്ചിങ് ചെയ്തിരിക്കുന്നത് നാപ്പയിലാണ് ഫുൾ സീറ്റും കാര്യങ്ങളൊക്കെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ബാക്കിൽ വരുന്നത് നോർമൽ ഒരു സീറ്റാണ്, അതായത് നമ്മുടെ 7 സീറ്റല്ല, ഇത് വണ്ടി 8 സീറ്റാണ്. അപ്പോൾ നോർമൽ രീതിയിൽ സ്റ്റിച്ചിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ബാക്കിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ഒരു ടൈപ്പ് വ്യൂ ആണ്. റൂഫ് ഫുൾ ബ്ലാക്ക്, ഫ്ലോറ് ഫുൾ ബ്ലാക്ക്, താൻ ആൻഡ് ബ്ലാക്കിൽ സീറ്റ് വർക്ക്, പിന്നെ താൻ ആൻഡ് ബ്ലാക്കിൽ സൈഡിൽ ഡാഷ്ബോർഡ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു ഫിനിഷിങ്ങിലാണ് നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾക്ക് ഔട്ടർ ബോഡിയിലേക്ക് പോകാം. ഔട്ടർ ബോഡിയിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ. ഇതിലേക്ക് പോകുമ്പോൾ 2012 മോഡലെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇത് ചേഞ്ച് ചെയ്തിട്ട് ഓൾറെഡി ടൈപ്പ് 4 കസ്റ്റമർ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മൾ ഒരുപാട് പാർട്സുകൾ ഇതിൽ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഹെഡ്ലൈറ്റ് നമ്മൾ പ്രൊജക്ടർ DR ഹെഡ്ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രില്ലും നോക്കണമെങ്കിൽ ഈ ഗ്രില്ല് നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇന്നർ വശങ്ങൾ പിയാനോ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് പിയാനോ ബ്ലാക്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു ഗ്രേ കളറാണ്, ഒരു എന്ത് ഗ്രേഡാ, ഒരു ഗൺ മെറ്റാലിക് ഗ്രേ കളറാണ് ഇതിൻ്റെ ഇൻസൈഡിൽ വരിക. അത് ചേഞ്ച് ചെയ്തിട്ട് ഇതിന് പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ ഇന്നർ നോക്കണമെങ്കിൽ അതും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്രോമൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഷിംഗ് കഴിഞ്ഞ ശേഷം നമ്മൾ പെട്ടെന്നൊന്ന് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ, ലൈറ്റിങ് അല്ലെങ്കിൽ ശരിയാവില്ല. അതേപോലെ തന്നെ നമ്മൾ ഇതിലടിച്ചിരിക്കുന്ന ഈ ഒരു കളറ് നമ്മൾ ലെക്സസിൻ്റെ പേൾ വൈറ്റാണ് അടിച്ചിരിക്കുന്നത്. സമയം ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട്. ലൈറ്റിങ്ങിലാണ് ആ ലെക്സസ് പേളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുള്ളൂ കേട്ടോ. ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു മിറർ നമ്മൾ ഓയിൽ ഫിനിഷിങ്ങിലുള്ള മിറർ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോൾഡിങ് അല്ല, ടൈപ്പ് 4 തന്നെ ഓയിൽ ഫിനിഷിങ്ങിലുള്ള മിറർ ആഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ക്രോം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലെ സ്കർട്ടിങ് കാര്യങ്ങളൊക്കെ ബീഡിങ് ആഡ് ചെയ്തിട്ട് സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയ് വീലിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാക്സിമം ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് അലോയ് വീൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ
ബാക്കിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇതിൽ മുന്നുണ്ടായിരുന്ന സാധനങ്ങൾ മാക്സിമം കസ്റ്റമർ പറയുന്നതനുസരിച്ച് നമ്മൾ ഫ്രണ്ടിലെ ഗ്രില്ലായാലും ബാക്കിലെ ഡിക്കിയുടെ ക്രോം ആയാലും വൈപ്പർ ആയാലും എല്ലാ സാധനങ്ങളും ഹാൻഡിലായാലും എല്ലാം റീപ്ലേസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. എല്ലാം കസ്റ്റമർക്ക് ഒരു പുതിയ ലുക്കിലേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഫുൾ സാധനങ്ങൾ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അണ്ടർബോഡി കോട്ടിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ബമ്പർമ റിഫ്ലക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ കണ്ടമാതിരി തന്നെ ഇതിലിപ്പോൾ വിൻഡോ ക്രോമും കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിപ്പോൾ നമ്മൾ വാഷിംഗ് കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണതിന് ശേഷം വിൻഡോ ക്രോം ഒട്ടിക്കും. ടൈപ്പ് 4-ൻ്റെ തന്നെ ക്രോമിൻ്റെ ബീഡിങ് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യും കേട്ടോ. ഓക്കെ, അങ്ങനെ ഫുള്ള് ഈ ഒരു വർക്ക് നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ടറിൽ നിന്ന് നോക്കിയാലും ഇന്നറിൽ നിന്ന് നോക്കിയാലും ആരും കുറ്റം പറയാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു വർക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ പെയിൻറ്റിങ് ചെയ്യുന്ന രീതി ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഫ്ലാഷി പ്രൈമർ, അതിനുശേഷം കളർ, അതിനുശേഷം മാറ്റ് ബ്ലാക്ക് അതിനുശേഷം മാറ്റ് ക്ലിയർ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഓരോ ഏരിയയും പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 11 വർഷം പഴക്കമുള്ള ഈ ഒരു വണ്ടി നമ്മൾ ഈ ഒരു രീതിയിൽ ഞാൻ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ സീറ്റ് വർക്ക്, അതേപോലെ തന്നെ ഇന്ത്യയിൽ പെയിൻറ്റിങ് സ്ഥിരമായിട്ട് നമ്മൾ ഡാഷ്ബോർഡൊക്കെ കാണുമ്പോൾ സ്ഥിരമായിട്ട് ആ കളേഴ്സ് തന്നെ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ ഫ്ലോർ മാറ്റ്, അതേപോലെ തന്നെ റൂഫ്, ഇപ്പോൾ ഇന്ത്യയിൽ വശങ്ങൾ അങ്ങനെ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ പുറത്ത് വരാണെങ്കിൽ ഒരു ഗ്രേ കളർ വണ്ടിയായിരുന്നു, മെറ്റാലിക് ഗ്രേ കളർ വണ്ടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് ലെക്സസ് പേൾ വൈറ്റ് അടിച്ച് അതും കംപ്ലീറ്റ് ചെയ്തു. അതിൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആഡ് ചെയ്തു, ബാക്കിൽ LED ടൈൽ ലൈറ്റ് ആഡ് ചെയ്തു, അലോയ് വീൽസ് പെയിൻറ്റ് ചെയ്തു, മിറർ ആഡ് ചെയ്തു. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു വണ്ടി ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 10-11 വർഷം പഴക്കമുള്ള ഒരു വണ്ടി ഇപ്പോൾ ഒരു പുതിയ വണ്ടി നമ്മൾ 7 സീറ്റ് വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എങ്ങനെ വന്നാലും ഒരു 18 ലക്ഷമൊക്കെ കൊടുത്താലാണ് ഡീസൽ എഞ്ചിനിൽ 7 സീറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളൂ. പക്ഷേ ഈ ഒരു കസ്റ്റമർ ഈ ഒരു എമൗണ്ട് ഇറക്കി ഇത് ചെയ്തപ്പോൾ തന്നെ കസ്റ്റമറെ സംബന്ധിച്ചൊരു പുതിയ വണ്ടി കിട്ടിയ മാതിരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.